നമസ്കാരം. നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൂഫാൻ എന്ന് പറഞ്ഞ വലിയ തോതിലുള്ളൊരു പോരാട്ടമാണ് കേരള പോലീസ് നടത്തുന്ന ഏറ്റവും വലിയ പരിപാടി. കഴിഞ്ഞ പുതിയ സർക്കാർ അധികാരമേറ്റത് മുതൽ വലിയൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഈ മേഖലയിൽ സ്കൂൾ വിദ്യാർത്ഥികളോ മറ്റ് പൊതുജനങ്ങളോ അങ്ങനെ നാട്ടുകാർ എല്ലാ വിഭാഗം ആൾക്കാരും ഈ തൂഫാനുമായി സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഈ ചെറുപുഴയിലുള്ള ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് തൂഫാന് വേണ്ടി ഒരു ടെലിഫിലിം നിർമ്മിക്കുകയും ആ ടെലിഫിലിം റീല് നിർമ്മിച്ച് ആ റീൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കും. അതെല്ലാം ഇവരെല്ലാം ഓരോ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർ ഈ തിരക്കുകൾക്കിടയിലാണ് സർക്കാർ നടത്തുന്ന ഈ തൂഫാൻ എന്ന പരിപാടിയുമായി ഇവർ സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ആ അണിയറ പ്രവർത്തകരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ വിശേഷങ്ങൾ ഒക്കെ ഞങ്ങൾക്കറിയാം. ചെറുപുഴ പഞ്ചായത്ത് ഡ്രൈവറായ ആദർശാണ് ഈ തൂഫാൻ എന്ന് പറഞ്ഞ ഈ ടെലിഫിലിമിൻ്റെ സംവിധായകൻ. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള അവരെ എല്ലാവരും എത്തിയിട്ടില്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാർ ഇവരെത്തിയിട്ടുണ്ട്. അങ്ങനെ ആ ടെലിഫിലിം നിർമ്മിക്കാനുണ്ടായ സാഹചര്യവും അപ്പോൾ അതിൻ്റെ ഈ വിജയത്തിൻ്റെയൊക്കെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഈ അണിയറ പ്രവർത്തകരുമായി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് നേരെ ഇവരിലേക്ക് തന്നെ പോകാം. ആദ്യം നമുക്ക് ആദർശിലേക്ക് തന്നെ പോകാം. ഇങ്ങനെ ഒരു ടെലിഫിലിം നിർമ്മിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഇപ്പം സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന സംഭവം എന്ന് വെച്ചാൽ ഇതുപോലെ മയക്കുമരുന്നും കാര്യങ്ങളും വളരെയധികം കണ്ടുവരുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡും കൂടിയാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നൊരു ഫീൽഡ്. അതുകൊണ്ട് ഇതുവഴി എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ ഒന്ന് തുറന്നു കാട്ടാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്തത്. ഇപ്പം നിങ്ങളുടെ ഈ ടീമിൽ കുറേ അംഗങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് ഈ ടീമിലുള്ളത്? ഇതിപ്പം കൂടുതലുള്ളത് വിഷ്ണു, പിന്നെ സുബി ഉണ്ട്, ആനന്ദ്, അബി. അതുപോലെ നമുക്ക് കൂടുതലുള്ളത് ഒരു ഹരിയുണ്ട്. കുറച്ച് തിരക്കാണ്, ക്ലിനിക്ക് ഉണ്ട്. പഠിച്ചാൽ അവിടെയായിട്ട് തിരക്കിൽ പെട്ടുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ നമ്മുടെ ഒരു ക്രിയേറ്റർ അബിയുണ്ട്. എൻ്റെ പകുതിയും കാര്യങ്ങളും എഡിറ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അവനാണ്, വൈഷ്ണവ്. അവനും കുറച്ച് തിരക്കായിപ്പോയി, വേറെ എന്തെല്ലോ തിരക്കുകളുകൊണ്ട് അവനും വരാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിലവിലിപ്പം ഇവനിവിടെ വർക്ക് ചെയ്യുന്നതാണ്, ചെറുപുഴ മൊബൈൽ കടയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവർ രണ്ടും ഹെൽത്ത് ഇൻഷുറൻസ്, സുബിയും ആനന്ദും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വിഷ്ണുവിനാണെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. അതിൻ്റെ തരത്തിൽ വിഷ്ണു എന്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ഈ കഥകളൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ ഈ കഥകളെല്ലാം കൂടി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ചർച്ച ചെയ്യൽ. അതിനായിട്ട് നമുക്ക് പാടിച്ചാൽ ടൗണിലൊരു ചെറിയ റൂം സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാലത്തിൽ ഇടയ്ക്കായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് എല്ലാം ചർച്ച ചെയ്തും ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം പ്ലാൻ ആക്കുന്നതും എല്ലാം അവിടെ തന്നെയാണ്. രണ്ടും കൂടി ഒരുമിച്ചിരുന്ന് ആദ്യം ഒരാൾക്ക് ഒരു കണ്ടൻറ്റോ കാര്യങ്ങളോ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം അത് നമ്മൾ റൂമിൽ നിന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം അതിനെന്തെല്ലാം പോരായ്മകളുണ്ടെന്നും അതെങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ ഭംഗിയാവാമെന്നും എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ചെയ്യുന്നതാണ്. ഇത് ആർക്കട നീ അയച്ചേന്ന്? മെസ്സേജ് നമ്മക്കട കിട്ടിയത്. അപ്പൊ എങ്ങനെ പോലെ വിഷു എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ നാട്ടിൽ ചെറിയൊരു ബിസിനസ്സായിട്ട് പോകുന്നതാണ്. എവിടെയാണ്? ചെറുപുഴയാണ്. ചെറുപുഴ തന്നെയാണ്. എന്ത് ബിസിനസ്സാണ്? ഞാനിപ്പോൾ സംഭവിച്ചാൽ ഇപ്പോൾ റൂട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസ്, ബിസ്ക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ റൂട്ടിലേക്ക് സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ അതായത് നിങ്ങളുടെ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ വളരെ തിരക്കാണ്. തിരക്കിനിടയിൽ എങ്ങനെയാണ് ഈ സമയം കണ്ടത്? ഞങ്ങളിപ്പോൾ ഞായറാഴ്ച എന്തായാലും നമുക്ക് പണിയൊന്നുമില്ല. അപ്പോൾ ഞായറാഴ്ച സമയങ്ങളിൽ നമ്മൾ മാക്സിമം ഇങ്ങനത്തെ പോലെ വീഡിയോകൾ ചെയ്തിട്ട് പോകുന്ന പരിപാടിയാണ്. നിങ്ങൾ ഈ തൂഫാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കണ്ടല്ലോ ആ ടെലിഫിലിം. അപ്പോൾ അത് കണ്ടപ്പം പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം എന്തായിരുന്നു? ഇല്ല, ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ കുറേ ആൾക്കാർ നല്ല അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. അതിനിപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടോ അങ്ങനത്തെ ചോദ്യം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ടാണ്. പിന്നെ ആദർശാണ് ഇതിൻ്റെ എല്ലാം മെയിനായിട്ട് ആദർശം തന്നെയാണ്. അപ്പോൾ തന്നെയാണ് എല്ലാവരും ഇതിലേക്ക് വിളിച്ചു വരുത്തിയതും, ഓനാണ് എൻ്റെ കാസ്റ്റ് ചെയ്തത്, ഒന്നെ ഡയറക്ഷൻ എല്ലാം ചെയ്ത് ഓൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് സെറ്റാക്കി എടുത്തു. പേരെന്തായിരുന്നു? സുബിൻ. കുറേ ആദ്യം തൊട്ടേ ഉണ്ടോ ഈ ടീമിനകത്ത്? മുന്നേ ഉണ്ട്. നമ്മൾ ഓൾറെഡി മുന്നേ എല്ലാവരും ഫ്രണ്ട്സാണ്, എല്ലാവരും അടുത്തടുത്തുള്ള നാട്ടുകാർ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഈ കഥകളൊക്കെ പറയുമ്പോൾ പിന്നെ ഈ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, ചെറിയ ചെറിയ കുട്ടികൾ പോലും ലഹരി ഉപയോഗിക്കാനെല്ലാം തുടങ്ങി. അപ്പം ആദർശ് ഈ കാര്യം നമ്മളോട് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യുക, ഈ തൂഫാൻ്റെ ടൈമിൽ തന്നെ അത് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. ഇനി ഈ തൂഫാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായൊരു സംഭവം നമ്മളെ ആൾക്കാരും എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു ഒരു അഭിപ്രായമൊക്കെ? എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ചെറിയ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അധികം ആൾക്കാർ ചെയ്യുന്നില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ നാട്ടിലും കുറേ ആൾക്കാർ ഈ റീലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ ആൾക്കാർ കാണുമ്പോൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് ഭാഗം ഇറക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ അങ്ങനെ എവിടെ ആക്ട് ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും. അങ്ങനെ നേരത്തെ ആദ്യം തൊട്ടേ ഉണ്ടോ ഈ ഇതിനകത്തൊക്കെ ടെലിഫിലിം? ഞാൻ ഇതിനിടക്ക് സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഈ ഇതിനകത്ത് വരുന്നത് അല്ലേ? സ്റ്റുഡൻ്റ് ആയിട്ട് വരും.
എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ അടുത്ത പ്രാവശ്യം പോകുന്നുണ്ട് അഭിനയിക്കാൻ. വിളിച്ചപ്പോൾ പേര് ആനന്ദ്. എന്താ ചെയ്യുന്നത്? ഞാൻ സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ പറയുന്നത്. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലാണ് നിങ്ങളിങ്ങനെ ഒരുപാട് ഇപ്പോൾ കുറേ എണ്ണം ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് റീൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതെ, നമ്മുടെ ടീമായിട്ട് ഓരോ കണ്ടന്റ് പറയും, അതിനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യും. ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ തൂഫാനും വന്നത്. ആദർശ് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഓക്കെ ആയിരുന്നു കേട്ടപ്പം. വളരെ പ്രസക്തിയിലൊരു വിഷയമാണ്. അപ്പം അങ്ങനെ അതിലേക്ക് എത്തുന്നത്. ഇനി നമ്മൾ അടുത്ത കണ്ടന്റ് ഒക്കെ ആയോ? എങ്ങനെയാ? അതെ, ഇതിൻ്റെ ഒരു രണ്ടാം ഭാഗം ഇറക്കണം എന്ന് ആദർശ് പറയുന്നുണ്ട്. നല്ലൊരു അവൻ്റെ മൈൻഡിലൊരു നല്ലൊരു കണ്ടന്റ് ഉണ്ട്. അപ്പം അത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നല്ല അഭിപ്രായം കിട്ടിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം രണ്ടാം ഭാഗം ഇറക്കണം, അങ്ങനെ പ്ലാൻ ഉണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും തിരക്ക് പിടിച്ച് ഇപ്പോൾ ആദർശാണെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു സമയം നിങ്ങൾ ചിലവഴിക്കുന്നത്. സത്യം, ഞായറാഴ്ച എല്ലാവർക്കും ഒരു ദിവസം കിട്ടുന്നത്. പക്ഷേ എല്ലാവർക്കും ഇതിനോട് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച ബാക്കി പല പരിപാടിയും ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഇത് ഭയങ്കര ഒരു രസമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇത് ചെയ്യണം, റീൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പം എല്ലാവരും ഞായറാഴ്ച എല്ലാം ഒഴിവാക്കിയിട്ട് വന്നിട്ട് ഇതിൽ നിൽക്കും. എല്ലാവരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് നിൽക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. അതെ. ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആരാണ്? എഡിറ്റിങ് നമുക്ക് പാഴ്ചാനലിൽ നമ്മൾ സുഹൃത്ത് തന്നെയാണ്, വൈഷ്ണവ്. ഇപ്പം ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു ഫിലിമിൽ അവനക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഈ വർക്കിനായിട്ടുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്, എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ അവൻ അതിൻ്റെ കുറച്ച് തിരക്കുവാണ്. അപ്പോൾ നമ്മളിവിടെ തന്നെ സഹകരിച്ച് നമ്മളോട് ഒരു തരത്തിലും ബിഹേവ് ചെയ്യാണ്ട് നമ്മളെ കൂടെ തന്നെ സഹകരിച്ച് എല്ലാത്തിനും കൂടെ വെക്കുന്നുണ്ട്. അതെ, അതേപോലെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ക്യാമറമാൻ ഓൾറെഡി അവൻ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ പുള്ളി സിനിമയിലേക്ക് പോയിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത അതന്നെയാണ് എല്ലാവരും ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ കയറിക്കഴിഞ്ഞാൽ അയാളെ വഴി നമുക്ക് എല്ലാവർക്കും കയറാമെന്നാണ് എല്ലാവരും പറയുന്നു. എല്ലാവരും സിനിമ എന്ന സ്വപ്നവുമായിട്ടാണ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ റീൽ വരുന്നുണ്ട് അല്ലേ? അതെ അതെ. റീലിന് ഇപ്പോൾ അത്യാവശ്യം ഭയങ്കര ചർച്ച, ഈ തൂഫാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമൂഹത്തിലെല്ലാം നല്ല ചർച്ച ചെയ്യപ്പെടുത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. അതെ അതെ. ഇപ്പം കൂടുതലും ഇപ്പം സുബി പറഞ്ഞ പോലെ ഇപ്പം ചെറിയ കുട്ടികൾ തൊട്ട് വലിയൊരു ചെറിയ കുട്ടികൾ വരെ ഇത് ഉപയോഗിക്കുന്ന കാലമാണ്. അപ്പം ഇതിനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്കൊരു പോലീസ് ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതും കൂടെയാണ് ഞാൻ ഇതിൽ സാധിച്ചെടുത്തത്. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് എന്ന് പറയാം. ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് തന്നെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതിലിങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗം ഉണ്ടാവുന്നതാണ് ഈ ആഴ്ച. നമുക്ക് വലിയ താമസമില്ലാണ്ട് രണ്ടാമത് പ്രതീക്ഷിക്കാം. അതിപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ടുണ്ട്, കഥ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം ഓക്കെ ആണ്, കുഴപ്പമില്ല. ഞായറാഴ്ച നമുക്കൊരു ഞായറാഴ്ച തന്നെ തുടങ്ങാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ച ഒരു വൈകുന്നേരത്തിനുള്ളിൽ ഇറക്കേണ്ട രീതിയിൽ ഷൂട്ട് തുടങ്ങും. ഈ സോഷ്യൽ മീഡിയൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ടോ നിങ്ങളുടെ? സോഷ്യൽ മീഡിയൻ്റെ നമ്മളിപ്പോൾ ഇൻസ്റ്റ മാത്രമാണ് നോക്കുന്നത്. അതിലേക്ക് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. യൂട്യൂബിലേക്കും മാറ്റാം, യൂട്യൂബിൽ ഒരു അക്കൗണ്ട് തുടങ്ങി നമുക്ക് അതിലേക്ക് മാറാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആയിട്ടില്ല, നമുക്ക് അതിനായിട്ടുള്ളൊരു റീച്ച് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു നല്ല ഫോളോവേഴ്സും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റായിട്ടും യൂട്യൂബിലേക്ക് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതും അതിലേക്ക് മാറുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ്. ഇൻസ്റ്റാഗ്രാം ഏത് ഐ ഡി ഉപയോഗിച്ചാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്? നമ്മളത് ബക്കറ്റ് ലിസ്റ്റ് ക്രിയേഷൻസ്, അതാണ് നമ്മുടെ ഇൻസ്റ്റ ഐ ഡി വരുന്നത്. അത് 13 ആൾക്കാർ ചേർന്നിട്ട് തുടങ്ങിയ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ്. അതിപ്പം അത്യാവശ്യം 33K അടുത്തായിട്ടും ഫോളോവേഴ്സ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ കൂട്ടണം എന്നുണ്ട്. പറ്റുന്ന പോലെ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നതും അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യുന്നതും. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കൂട്ടം യുവാക്കളുടെ ഒരു സ്വപ്നം മാത്രമല്ല അവർ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും കൂടെ ഉണ്ട്. ഈ നാട്ടിലെ ലഹരി ഈ നാടിനെ ആകെ കാർന്നു നിന്നുമ്പോൾ ഇവർക്ക് ആകുന്ന വിധത്തിൽ ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ കേരള പോലീസ് സംഘടിപ്പിക്കുന്ന, സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സംഘടിപ്പിക്കുന്ന തൂഫാൻ പോലുള്ള പരിപാടികളോട് അങ്ങനെ ഈ യുവജനങ്ങളും അവരും ഇതിൽ പങ്കാളികളായി അത്തരത്തിൽ ആ പങ്കാളി പ്രചരണ രംഗത്തും അവർ സജീവമായിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഓരോ ദിവസവും 10,000-കണക്കിന് ആൾക്കാരാണ് ഇവരുടെ വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. അത്തരത്തിൽ പരമാവധി ആൾക്കാർ കാണുന്ന ഇവരുടെ വീഡിയോ കാണുക, ഇവരുടെ പേജ് ഫോളോ ചെയ്യുക. ഇത്തരത്തിൽ ഈ യുവാക്കൾക്കും നമുക്ക് നല്ലൊരു പിന്തുണ തന്നെ ഈ തൂഫാൻ പോലുള്ള മയക്കുമരുന്നിന് പോലുള്ള ഇവർ നടത്തുന്ന സംസ്ഥാന സർക്കാർ നടത്തുന്ന പോരാട്ടത്തിൽ ഇവർ നൽകുന്ന പിന്തുണ പോലെ തന്നെ ഇവർക്കും നമുക്ക് വലിയൊരു പിന്തുണ തന്നെ നൽകാം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.